മീനാക്ഷി, മീനാക്ഷി, എഴുന്നേക്ക് മീനാക്ഷി. ദൈവമേ, മൈഥിലി വാളുകൊണ്ട് മുങ്ങിയിരിക്കുന്ന കാര്യം ഇപ്പൊ ഇവിടെ എല്ലാരും അറിയുമല്ലോ. എന്നെ സംശയിക്കോ? മീനാക്ഷി, എഴുന്നേക്ക് മീനാക്ഷി. മീനാക്ഷി, നന്ദിനടുത്തേ. മീനാക്ഷി, ഒന്നിങ്ങി വന്നേ. മീനാക്ഷി, മീനാക്ഷി തിരക്കാൻ പറഞ്ഞു. എല്ലായിടത്തും നോക്കിയ കൂട്ടത്തില് ഞാൻ ഇവിടെ നോക്കി. അപ്പതേ മീനാക്ഷി ബോധം കെട്ട് കിടക്കുന്നു. മോളെ മീനാക്ഷി, എണീക്ക് മോളെ. എഴുന്നേക്ക് മീനാക്ഷി. മീനാക്ഷി മോളെ. മീനാക്ഷി, മീനാക്ഷി, സാവിത്രി, മീനാക്ഷി മോളെ കണ്ണു തുറക്ക്. മോളെ മീനാക്ഷി, മീനാക്ഷി എഴുന്നേക്ക് മീനാക്ഷി. മാലതി ചേച്ചി പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് വന്നേ. വെള്ളം തളിച്ചാൽ ചിലപ്പോ ഉണരും. വേഗം ചെല്ല്. ആ ശരി മോളെ. മീനാക്ഷി മോളെ. അയ്യോ മോളെ, മോളെ കണ്ണു തുറക്ക് മോളെ. മോളെ മീനാക്ഷി, മീനാക്ഷി എന്റെ ദേവി, കുഞ്ഞിന് ഇതെന്താ പറ്റിയ മോളെ? മീനാക്ഷി, മോളെ മീനാക്ഷി കണ്ണു തുറക്ക്. ഈശ്വര, മാലതി ഒന്ന് വേഗം വാ മോളെ. മോളെ അത് ക്ഷേത്രത്തിൽ നിന്നാണ്. അനന്തനാരായണ ക്ഷേത്രത്തിൽ നിന്ന്. ക്ഷേത്രത്തിൽ ഉത്സവമല്ലേ, ഉടവാള് കൊണ്ടുപോകാൻ വേണ്ടി വരുന്നതാ. ഭഗവാനെ, നമസ്കാരം രാജലക്ഷ്മി അമ്മേ. ഞങ്ങളുടെ വരവിന്റെ ഉദ്ദേശം മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി. ഇത് വർഷം തോറും നടക്കുന്ന ചടങ്ങല്ലേ. ആചാരപ്രകാരമുള്ള ചടങ്ങുകളോടെ ഉടൻ തന്നെ ഉടവാള് കൈമാറും. മോളെ, മോളെ മീനാക്ഷി, മോളെ മീനാക്ഷി, മീനാക്ഷി കണ്ണു തുറക്ക്. മീനാക്ഷി മോളെ, മോളെ മീനാക്ഷി എണീക്ക്. മോളെ മീനാക്ഷി, മീനാക്ഷി എഴുന്നേക്ക്. മോളെ എഴുന്നേക്ക് മീനാക്ഷി. മോളെ ഇതെങ്ങനെ സംഭവിച്ചു? എനിക്ക് പിന്നാലെ ആരും ഇതിനകത്ത് കയറിയിട്ടുണ്ട്. മീനാക്ഷി, മീനാക്ഷി, മീനാക്ഷി കണ്ണു തുറക്ക് മീനാക്ഷി. എന്താ മോളെ? മീനാക്ഷി എഴുന്നേക്ക്. ദൈവമേ, ചതിച്ചോ? നിങ്ങൾ കണ്ടോ, നിലവറ തുറന്നു കിടക്കുന്നു. അയ്യോ, ഞാനേ ഇത് അമ്മയോട് പറയട്ടെ. എന്റെ ദേവി, എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? മോളെ, ഇന്നിവിടെ ഭൂകമ്പം നടക്കും. കൂട്ടുനിന്ന എന്റെ പേരില് എന്റെ ജീവിതം കട്ടപ്പോകയാവും. ഈശ്വര. മോളെ മീനാക്ഷി, മീനാക്ഷി, മീനാക്ഷി കണ്ണു തുറക്ക്. എഴുന്നേക്ക് മീനാക്ഷി. മീനാക്ഷി, ഇവിടെ അല്പം മുമ്പ് ഒരു കുടുംബ പ്രശ്നമുണ്ടായി. അതാ ആചാരപ്രകാരമുള്ള വിളക്കുകളും മറ്റും ഒരുക്കാതിരുന്നത്. തിരുമേനി ക്ഷമിക്കണം. ഉടനെ തന്നെ വിളക്കുകളും മറ്റും തെളിയിക്കാം. ആചാരപ്രകാരം തന്നെ ഉടവാൾ കൈമാറ്റം നടക്കും. സാരമില്ല രാജലക്ഷ്മി അമ്മേ, ഇതെല്ലാ കൊല്ലം ഇവിടെ നടക്കണല്ലേ. സാവകാശം കാര്യങ്ങൾ നടത്തിയാ മതി. അതാണോ അതിന്റെ ശരി? എന്ത് കുടുംബ പ്രശ്നം ഉണ്ടായാലും ഇതിനല്ലേ പരിഗണന കൊടുക്കേണ്ടത്. എന്താ മോളെ? എന്താ മോളെ? അവിടെ നിലവറ തുറന്നു കിടക്കുക. അതിന്റെ മുമ്പിൽ മീനാക്ഷി. മീനാക്ഷിയോ? ബോധം കെട്ടി കിടക്കുക. എന്റെ ഭഗവാനെ,
മീനാക്ഷി എന്നേക്ക് മീനാക്ഷി 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 മോളെ അമ്മ പേടിപ്പിക്കാതെ എഴുന്നേക്ക് മോളെ. മീനാക്ഷി ഒന്ന് എഴുന്നേക്ക് മോളെ മീനാക്ഷി എഴുന്നേക്ക് കണ്ണു തുറക്ക് മീനാക്ഷി മീനാക്ഷി മോളെ. എഴുന്നേക്ക് മോളെ. മീനാക്ഷി എഴുന്നേക്ക്. മീനാക്ഷി അയ്യോ എന്ത് പറ്റി? മോളെ ഏ, മോളെ മോളെ എന്താ പറ്റിയേ? മോക്ക് ഉഴപ്പൊന്നുമില്ല. മാലതി അച്ഛാ. നീ ഇച്ചിരി വെള്ളം കൊടുത്തേ, അവള് കുടിക്കട്ടെ. കൊടുക്ക് മീനാക്ഷി മോക്കിത് എന്ത് പറ്റിയതാ? അച്ഛൻ മീനാക്ഷി നോക്കാൻ പറഞ്ഞു. ഞാൻ ഇവിടെ മുഴുവൻ അരിച്ചു പറക്കി, പക്ഷെ മീനാക്ഷിയെ കണ്ടില്ല. ഒടുവില് ഞാൻ ഈ നിലവറയുടെ മുമ്പിലേക്ക് ഓടിയെത്തി. അല്ല, ഇവിടെ മീനാക്ഷി ഉണ്ടാവുന്ന മാലതിക്ക് എങ്ങനെ മനസ്സിലായി? അത് പിന്നെ എല്ലായിടത്തും നോക്കുമ്പോ ഇവിടെ നോക്കണ്ടേ? അങ്ങനെ വന്നപ്പോ ദേ ഇവിടെ ബോധം കെട്ട് കിടക്കുന്നു. മീനാക്ഷി മോളെ മീനാക്ഷി മോളെ മീനാക്ഷി അമ്മേ, ദേ നിലവറ തുറന്നു കിടക്കുക. എന്റെ ഭഗവാനെ, ശ്രീ പത്മനാഭ മാറ്. ദൈവമേ, ഉടവാള് കാണുന്നില്ലല്ലോ. ഏ, വാള് കാണുന്നില്ലെന്നോ? ആ അകത്തെല്ലായിടത്തോ നോക്ക്. മോനെ കാർത്തി, ചെല്. അയ്യോ, ഇവിടെ അങ്ങ് കാണാനില്ലല്ലോ. അയ്യോ, എന്റെ പരദൈവങ്ങളെ ചതിച്ചോ. തകർന്നല്ലോ ദൈവമേ തറവാട്. ആ വാൾ ആര് കൊണ്ടുപോയി? ദൈവമേ, തറവാടിന്റെ ഐശ്വര്യ അത് ഞാൻ സൂക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയത് മീനാക്ഷിയാ. മീനാക്ഷി കൊച്ചിനെ ബോധം കെടുത്തിട്ട് ആരോ വാള് കൊണ്ടുപോയി. അത് മറ്റാരുമല്ല, അവള് തന്നെയാ. അവള് മൈഥിലി. മീനാക്ഷി നോർമലാകുമ്പോൾ സത്യം പറയുമല്ലോ. ഇത് അവള് തന്നെയായിരിക്കും, ആ മൈഥിലി. യാതൊരു സംശയവും വേണ്ട. എന്നാ പിന്നെ ഒട്ടും താമസിക്കണ്ട. IGയോ DGPയോ ആരെയും വിളിച്ചു പറ. അല്ല, ഇത് പോലീസിന്റെ ഉന്നതങ്ങളിലേക്ക് പോയാലേ പണി വാളും. വാള് കോടതിയിലേക്ക് അങ്ങ് പോവും. പിന്നെ ചെമ്പകമംഗലത്ത് തിരിച്ചു കിട്ടിയില്ലെന്നും വരും. അത് ശരിയാ. അവളിപ്പോ പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ട്. ആലോചിച്ചിട്ട് പോലീസിനെ അറിയിച്ചാ മതി. നമുക്ക് മൈഥിലിയെ പിടിക്കാം. വാളെടുക്കാൻ വന്ന ആ ഉത്സവ കമ്മിറ്റിക്കാരോട് ഞാൻ എന്തു പറയും? എന്റെ രാമേട്ടനെ രക്ഷിക്കാൻ ഞാൻ ചെയ്തത് ഇതെനിക്കുള്ള കുരിശായി മാറുകയാണല്ലോ. മനസ്സ് കിടന്ന് പെരുമ്പറ കൊട്ടുക. ഈ തീക്കളി വേണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്യും എന്റെ ഈശ്വര? കാര്യങ്ങൾ അവരോട് തുറന്നു പറഞ്ഞേ പറ്റൂ. പുരയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതിന് മീതെ വള്ളം, അല്ലാതെ ഗത്യന്തരമില്ല. നീ എന്റെ കൂടെ വാ. നിനക്ക് ധൈര്യം പോരെങ്കിൽ ഞാൻ നിന്റെ കൈ പിടിച്ചോളാം. വാ. മീനാക്ഷി,
തിരുമേൻ എന്താ വൈകി? രാവിലെ ക്ഷേത്രത്തിൽ ഒരു പൂജയുണ്ടായിരുന്നു. ഇതെന്താ ചെമ്പകമംഗലത്ത് പതിവുള്ള ഏർപ്പാടൊന്നും കാണുന്നില്ലല്ലോ? ഈ പ്രാവശ്യം ഇവിടെ മൊത്തത്തിൽ പ്രശ്ന. എന്താ രാജലക്ഷ്മി അമ്മേ, എന്തു പറ്റി? നിങ്ങൾ എന്താ ഈ ഭിക്ഷ ചോദിക്കാൻ വന്നവരെ ഞങ്ങളോട് പെരുമാറുന്നത്? ഞങ്ങൾക്ക് പോണം, വേറെ തൊഴിലുള്ളതാ. ദൈവഗീതമായിരിക്കാം. അരുതാത്ത പലതും ഇവിടെ സംഭവിച്ചു. നിങ്ങളത് ക്ഷമയോടെ കേൾക്കണം. അത് അറയ്ക്കകത്ത് ഉടവാള് കാണാനില്ല. എന്താ നിങ്ങളൊക്കെ ഈ പറയുന്നത്? കാര്യം ഒരു കേസ് ഉണ്ടായതുകൊണ്ട് കോടതി താൽക്കാലികമായി ഒരു റിസീവറെ വച്ചിട്ടുണ്ടെങ്കിലും അത് ചെമ്പകമംഗലത്തിന്റെ സ്വത്താ, ഐശ്വര്യ. അത് കാണുന്നില്ല എന്ന് പറഞ്ഞാലേ ഇവിടുന്ന് മഹാലക്ഷ്മി പോയെന്നർത്ഥം. നിങ്ങൾ ഞങ്ങളെ കളിയാക്ക. ഇത് വിശ്വാസികളുടെ പ്രശ്നമാ. ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളെ പറ്റിക്കുക നിങ്ങൾ ചെയ്യുന്നേ. ക്ഷോഭിക്കല്ലേ സാറേ, വാൾ ഒളിപ്പിച്ചു വെച്ചിട്ടല്ല ഞങ്ങൾ ഇല്ലാതെ പറയുന്നത്. സംശയം തോന്നെങ്കിൽ സാറിന് കയറി പരിശോധിക്കാം. നിങ്ങളുടെ വീടിനകത്ത് കയറി നിരങ്ങാനൊന്നും അല്ല ഞാൻ വന്നത്. വിശ്വാസികളുടെ ആവശ്യം സംരക്ഷിക്കണം. കാലാകാലങ്ങളായിട്ട് അനന്തനാരായണ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ചെമ്പകമംഗലത്തെ അത്ഭുതവാള് ഭക്തജനങ്ങളുടെ മുൻപിൽ പ്രദർശിപ്പിക്കാറുണ്ട്. അത് കോടതി ചുമതലപ്പെടുത്തിയ റിസീവറായ എന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് നടത്തപ്പെടുന്നത്. ഉടവാൾ ഇവിടെ ഹാജരാക്കിയേ പറ്റൂ. ഇവിടെ ഇല്ലാത്ത ഉടവാള് ഞങ്ങൾ എവിടെ നിർത്തി തരാനാ? സാർ, ഞങ്ങളുടെ എല്ലാവരുടെയും മാനസികാവസ്ഥ സാറും മനസ്സിലാക്കണം. ഞങ്ങളെല്ലാവരും വല്ലാത്ത തകർച്ചയിലാണ്, ടെൻഷനിലാണ്. ആ വാളിന്റെ മൂല്യം എന്താണെന്ന് സാറിനും അറിയാമല്ലോ. നിങ്ങൾക്കത് കോടിക്കണക്കിന് വില വരുന്ന ഒരു മരതക വാളായിരിക്കും. പക്ഷെ വിശ്വാസികൾക്ക് അതൊരു ദേവസങ്കല്പമാ. വിശ്വാസികളെ തൊട്ട് കളിച്ച കളി മാറുവേ. വെറുതെ അനാവശ്യ കാര്യങ്ങളിൽ കയറി വിഷം കലക്കരുതേ. തിരുമേനി, ഈ റിസീവർ ആകെ തളർന്നു നിൽക്കുന്ന ഞങ്ങളെ അനാവശ്യമായ ആരോപണങ്ങൾ ഉയർത്തി പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുക. ആ വാള് ഈ വീടിന്റെ സമ്പത്തായിട്ടല്ല കരുതിയത്, ഈ വീടിന്റെ ഐശ്വര്യമായിരുന്നു. അതിനെന്താ സംശയം രാജലക്ഷ്മി അമ്മേ? അത് തന്നെയാ ഞാനും പറഞ്ഞു വരുന്നത്. ആ വാള് ഉടനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം. കാരണം ആ വാളിരിക്കുന്നിടത്ത് സപ്തമാത്മാക്കളുടെ സാന്നിധ്യമുണ്ട്. അതിവിടെ നിന്ന് നഷ്ടപ്പെട്ടാൽ അത് നഷ്ടപ്പെട്ട ആ നിമിഷം മുതൽ ഇവിടെ പല ദുർമരണങ്ങളും നടക്കും. വാൾ എപ്പോ പോയോ ആ നിമിഷത്തിൽ ദുർമരണങ്ങൾ വരെ നടക്കാൻ സാധ്യതയുണ്ട്. അത് കണ്ടെത്തുന്നതുവരെ ഈ തറവാടിന് നാശമായിരിക്കും. ഇതൊക്കെ ഇവരുടെ അഭ്യാസ തിരുമേനി, മനഃപൂർവ്വം ഭക്തജനങ്ങളെ അപമാനിക്കാൻ. മിസ്റ്റർ, ഞങ്ങളിവിടെ നിയന്ത്രണം എടുത്ത് നിൽക്കുക. താൻ ഏത് കൊമ്പത്തെ ആളായാലും മര്യാദയ്ക്ക് സംസാരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വം പ്രശ്നമുണ്ടാകാതിരിക്കണം അനന്തഗോപൻ സാറേ. ചെമ്പകമംഗലത്തുകാർ അന്തസ്സും അഭിമാനവും സംസ്കാരവുമുള്ളവരാ. അവർ മനഃപൂർവ്വം അങ്ങനെയൊന്നും പറയില്ല. ഞാൻ പറയുന്നത് എല്ലാവരും ഗൗരവത്തിലെടുക്കണം. ആ ഐശ്വര്യവാൾ ഉടനെ തന്നെ കണ്ടെത്തണം. അത് ചെമ്പകമംഗലത്ത് നിലവറയിൽ ഇരുന്നില്ലെങ്കിൽ ഈ തറവാട് ശപിക്കപ്പെടും. അത് സർവനാശത്തിലേക്ക് പതിക്കും.
രാജലക്ഷ്മി അയ്യോ അമ്മേ രാജലക്ഷ്മി എന്തു പറ്റി? എഴുന്നേക്കമ്മേ അമ്മേ കണ്ണു തുറക്ക്. അമ്മേ രാജലക്ഷ്മി അമ്മേ കണ്ണു തുറക്കമ്മേ. അമ്മ എഴുന്നേക്കമ്മേ എഴുന്നേക്കമ്മേ അമ്മേ അമ്മേ രാജലക്ഷ്മി ഈശ്വരാ. അമ്മ കണ്ണു തുറക്കമ്മേ അമ്മേ എഴുന്നേറ്റേ. അമ്മേ ഞാനാ വിളിക്കുന്നത്. കണ്ണു തുറക്ക്. രാജലക്ഷ്മി ചേച്ചി അമ്മേ. അച്ഛാ എന്തു പറ്റി? അമ്മ കണ്ണു തുറക്കമ്മേ രാജലക്ഷ്മി അയ്യോ എഴുന്നേക്ക്. രാജലക്ഷ്മി അമ്മേ ഈശ്വരാ. രാജലക്ഷ്മി അമ്മേ. എന്താ സംഭവിച്ചെന്ന് മോളൊന്ന് ഓർത്തു നോക്കിയേ. മീനാക്ഷി എങ്ങനെ ആ നിലവറയിലെത്തി? ഞാൻ അത് പറയുമോളെ. ഉടവാളിന്റെ കാര്യവും ആ നിലവറയുടെ താക്കോലും ശ്രദ്ധിക്കണമെന്ന് എപ്പോഴും മുത്തശ്ശിനെ ഓർമ്മിപ്പിക്കുമായിരുന്നു. എനിക്ക് ആ മൈഥിലി സംശയമായിരുന്നു. അങ്ങനെ അപ്പോ അവള് തന്നെയാ വാളെടുത്തോണ്ട് പോയത്. അവള് വാളെടുക്കുന്നത് മീനാക്ഷി കണ്ടില്ലല്ലോ. മാലതി എന്താ മൈഥിലിയെ ന്യായീകരിക്കുകയാണോ? ഉടവാളെന്ന് പറയുന്നത് ചെറിയ സംഗതിയൊന്നും അല്ലല്ലോ. ഒരാളെ സംശയിക്കണമെങ്കിൽ അതിന് ന്യായമായിട്ടുള്ള തെളിവ് വേണം. അതേ ഞാൻ പറഞ്ഞുള്ളൂ. വാളെടുത്തത് ആ മൈഥിലി തന്നെയാ. അതിലാർക്കും ഒരു തർക്കവും വേണ്ട. അവള് പോയപ്പോ വാള് കൊണ്ടുപോകാൻ പറ്റിയ ബാഗൊന്നും കയ്യിലില്ലായിരുന്നല്ലോ. അതെ, ഇനി ഒട്ട് താമസിച്ചൂടാ. വാളെടുത്തത് അവളാണെന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇത് ഞാൻ കാർത്തിക്കിനെ അറിയിക്കും. പോലീസ് ഇടപെട്ടേ പറ്റൂ. മുത്തശ്ശി, രാജലക്ഷ്മി മുത്തശ്ശി ഒന്ന് കണ്ണു തുറന്നേ. മുത്തശ്ശി, ഡ്രൈവർ കാറൊന്ന് സ്പീഡാക്ക്. നമ്മൾ മോഡേൺ ഹോസ്പിറ്റലിലേക്കല്ലേ കാർത്തി? അതെ. ആ രാജലക്ഷ്മി. മുത്തശ്ശി, മുത്തശ്ശി, ഹലോ, കാർത്തിക് സാറല്ലേ? അതെ സാറേ, ഞാൻ PC അനില സംസാരിക്കുന്നത്. ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന്. പറയൂ അനിൽ. സാറേ, എനിക്കൊരു ഷോക്കിംഗ് ന്യൂസാണ് പറയാനുള്ളത്. ഓക്കെ. ഡ്രൈവർ, കാറ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വിടാം. അതെന്തിനാ നമുക്ക് പോകേണ്ടത്? ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കല്ലല്ലോ. വേണ്ട, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഫിസിഷ്യൻ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം.